ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്, നമ്മൾ കഴിഞ്ഞ 2 വീഡിയോയിൽ ഇട്ടിരുന്നു നമ്മുടെ കുളം ഉണ്ടാക്കുന്നതും അവിടെ ടാർപ്പൊക്കെ ഇടുന്നതൊക്കെ വീഡിയോ നമ്മൾ ഇട്ടായിരുന്നു. നിങ്ങൾ ആ വീഡിയോ ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അത് പോയി കാണുക. അതിൻ്റെ ബാക്കിയായിട്ടാണ് ഈ വീഡിയോ വരുന്നത്. അപ്പോൾ നമ്മുടെ കുളത്തിൽ ഈ തവള അങ്ങനെയുള്ള ജീവികളൊന്നും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെയും സ്റ്റീലിൻ്റെയും ആയിട്ട് നെറ്റ് നമ്മൾ യൂസ് ചെയ്ത് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഈ നെറ്റുകൾ തമ്മിൽ നമ്മൾ ഒരു ചെറിയ കയർ ഉപയോഗിച്ച് നമ്മൾ ജോയിൻ്റ് അടിച്ചിട്ടുണ്ട്. അതാകുമ്പോൾ ഇത് മൊത്തം കംപ്ലീറ്റ് ഒറ്റ നെറ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അത്യാവശ്യം മീനിന് തീറ്റ കൊടുക്കാനും വല്ല എന്തെങ്കിലും വേസ്റ്റൊക്കെ കിടക്കുകയാണെങ്കിൽ എടുക്കാനും വേണ്ടിയിട്ട് ഓപ്പണിങ് 2 സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റിലും ഏറ്റവും ഫസ്റ്റിലുമേ നമ്മൾ ഓപ്പണിങ് കൊടുത്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ചെറിയൊരു ഇതേപോലത്തെ കയറ് വെച്ച് നമ്മൾ ജോയിൻ്റ് ചെയ്തേക്കുവാണ്. പിന്നെ നമ്മൾ സാധാ പ്ലാസ്റ്റിക്കിൻ്റെ നെറ്റ് വാങ്ങിക്കുന്നതിലും കുറേ നാൾ കിടക്കുന്നത് ഈ ടൈപ്പ് വാങ്ങിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അപ്പോൾ നമ്മൾ ലോങ് റണ്ണായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇതായിരിക്കും നല്ലത്. മറ്റേത് കുറേ കഴിയുമ്പം എന്തെങ്കിലുമൊക്കെ പൊടിയൊക്കെ വന്ന് പൊടിഞ്ഞ് പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനത്തെ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മളിപ്പം ഒരു ഓപ്പണിങ് അറ്റത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നീല കളർ കാണുന്നത് പ്ലാസ്റ്റിക്കിൻ്റേതും മറ്റേ പച്ച കാണുന്ന അകത്തൊരു മെറ്റൽ വരുന്നുണ്ട്. അതിൻ്റെ മണ്ടയ്ക്ക് പ്ലാസ്റ്റിക് കോട്ടിങ് വരുന്നതാണ് പച്ച കളറിലെ. അപ്പോൾ നമ്മൾ ചെറിയൊരു മോട്ടർ എയർ പമ്പ് വാങ്ങിച്ചായിരുന്നു. എയർ പമ്പ് ഏതാണ്ട് 2000 രൂപയാണ് വരുന്നത്. 18 വാട്ട്സാണ്. കൂടുതൽ കറണ്ടൊന്നും എടുക്കത്തില്ല. ഇതിൽ നിന്ന് 6 ഔട്ടാണ് വരുന്നത്. 6 ഔട്ട് നമ്മൾ സെപ്പറേറ്റ് അക്വേറിയം ഷോപ്പിൽ പോയി ട്യൂബ് വാങ്ങിച്ച് അതിൻ്റെ സ്റ്റോണൊക്കെ വാങ്ങിച്ചിടണം. പിന്നെ നിങ്ങൾ ഈ ട്യൂബിൻ്റെ അറ്റം വെള്ളത്തിലിടുമ്പോൾ ശ്രദ്ധിക്കുക, എല്ലാം ഒരേ ലെവലാണെങ്കിലേ എല്ലായിടത്തും ഈക്വലായിട്ട് എയർ വരത്തുള്ളൂ. ഇപ്പം ഞാൻ തൽക്കാലം ഇവിടുന്നൊരു എക്സ്റ്റൻഷൻ ഇട്ടേക്കുവാണ്. നമ്മളിപ്പം പെട്ടെന്നായിരുന്നു മീൻ വരുന്നെന്ന് വിളിച്ച് പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ അതനുസരിച്ച് നമ്മൾ തൽക്കാലത്തേക്ക് എക്സ്റ്റൻഷൻ വിളിച്ച് ഇപ്പം കൊടുത്തേക്കുവാണ്. ഇതിന് ഒറ്റ ഔട്ടാണ് വരുന്നത്. ഇത് വെള്ളത്തിൽ മുങ്ങിക്കിടക്കല് എന്ന് വെച്ചാൽ നിങ്ങളുടെ വാട്ടർ ലെവലിനേക്കാൾ പൊങ്ങിയായിരിക്കണം ഈ പമ്പ് എപ്പോഴും നിൽക്കാൻ വേണ്ടി. അല്ലെങ്കിൽ എപ്പോഴേലും കറണ്ട് ഓഫ് ആവുകയോ കറണ്ട് പോകുകയോ ചെയ്താൽ വെള്ളം റിട്ടേൺ വന്ന് പമ്പ് കേടാകാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങളുടെ കുളത്തിനേക്കാളിലും ഇച്ചിരി ഹൈറ്റ് വേണം വെക്കാൻ എപ്പോഴും. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ വരുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അതാകുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ എനിക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ഈ ട്യൂബിൻ്റെ അറ്റത്ത് 6 ഔട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ 6 ഔട്ടിനും നമ്മൾ സ്റ്റോണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനേക്കാളും നല്ലത് നമുക്കൊരു ബോൾ ഷേപ്പിലുള്ള ഇത് കിട്ടും സ്റ്റോണ്. അതായിരിക്കും ഇതിനേക്കാളും കൂടുതലായിട്ട് എയർ ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് കിട്ടുവാണെങ്കിൽ അത് വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇതിപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്തു, ഇതിനകത്ത് നിന്ന് കറക്റ്റായിട്ട് എയറൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ കുളത്തിൽ കരിയില അങ്ങനെയുള്ളതൊന്നും വീഴാതിരിക്കാൻ വേണ്ടി മണ്ടയ്ക്കൊരു ടാർപ്പ് കെട്ടുക. ടാർപ്പ് കെട്ടുമ്പോൾ നിങ്ങൾ റെക്റ്റാങ്കിളായിട്ട് വലിച്ച് കെട്ടുന്നതിലും നല്ലത് ഇങ്ങനെ കൂണ് പോലെ കെട്ടുന്നതായിരിക്കും നല്ലത്. കാരണം മറ്റേതാകുമ്പോൾ ഇടയ്ക്കെങ്ങാനും വെള്ളം കയറി ടാർപ്പയിൽ വെള്ളം വന്ന് വെയിറ്റ് വന്ന് വലിച്ച് കെട്ടിയിരിക്കുന്ന പൊട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ്. അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ പമ്പാണ് പരിചയപ്പെടാറുണ്ട്. പമ്പിൻ്റെ പേര് റീസൺ എന്ന് പറഞ്ഞ കമ്പനിയാണ്, ചൈന കമ്പനിയാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് എയർ പമ്പ് എന്നൊക്കെ പറഞ്ഞൊരു പേര് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വില 2500 സംതിങ് ആയിരുന്നു. ചൈനയുടെ ആയതുകൊണ്ട് തന്നെ അത്രയും വിലയ്ക്ക് നമുക്ക് കിട്ടി. വേറെ വല്ല കമ്പനി മെയ്ഡ് ഇൻ ഇന്ത്യ തന്നെ 14,000 രൂപയാവും നമ്മൾ അന്വേഷിച്ചപ്പോൾ. അതിലും നല്ലത് ചൈന വാങ്ങിക്കുന്നതാണെന്ന് വെച്ച് ചൈനയുടെ വാങ്ങിച്ചതാണ്. അതിൻ്റെ സൈഡിൽ അതിൻ്റെ പ്രൊഡക്റ്റ് ഫീച്ചേഴ്സും ചെറിയൊരു ഡയഗ്രവും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒരു സൈഡിൽ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ സേഫ്റ്റി വാർണിങ്സ് ആണ്. അത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നിങ്ങളുടെ പമ്പ് എപ്പോഴും വെള്ളത്തിനേക്കാളും പൊക്കി വെച്ചിരിക്കണം. ഒരിക്കലും വെള്ളത്തിനേക്കാളും താഴെ വെക്കല്ലേ, കാരണം റിട്ടേൺ വന്ന് പമ്പ് കേടാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് കിട്ടിയത് അതിൻ്റെ ഒരു ചെറിയൊരു മാനുവലും പിന്നെ ഒരു ബാഡ്ജുമാണ്. അതായത് ചൈന ഭാഷ ഏതാണ്ട് ഇല്ല, എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നെ അത് സ്ക്രൂ ചെയ്ത് വെക്കാൻ, എവിടെയെങ്കിലും സ്ക്രൂ ചെയ്ത് വെക്കാൻ 4 സ്ക്രൂവും വരുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ബാഡ്ജ്.
പിന്നെ നമ്മുടെ കുളത്തിൻ്റെ സൈഡ് മൊത്തം ഇഴജന്തുക്കൾ അങ്ങനെയുള്ള മറ്റ് ജീവികളൊന്നും വരാതിരിക്കാൻ വേണ്ടി നെറ്റ് അടിച്ച് പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാകുമ്പോൾ നമ്മുടെ കുളത്തിലേക്ക് മറ്റ് ജീവികളോ നമ്മുടെ മീനിനെ ശല്യപ്പെടുത്തുന്ന ചെറിയ ചെറിയ തവളകൾ വന്നാൽ തവളകൾ വന്ന് മുട്ടയിട്ട് നമ്മുടെ മീൻ കുഞ്ഞുങ്ങളെ തിന്നാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ മീനുകൾ ചത്തു പൊങ്ങാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അതെല്ലാം മുൻകൂട്ടി കണ്ട് നമ്മുടെ കുളത്തിൻ്റെ സൈഡും നമ്മൾ നെറ്റ് അടിച്ച് വെച്ചിരിക്കുകയാണ്. അതാകുമ്പോൾ നമ്മുടെ കുളം അത്രയ്ക്ക് പ്രൊട്ടക്റ്റഡ് ആണ്. നമ്മൾ പിന്നെ ഈ നെറ്റ് നേരെ ഇടാഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ വെയിറ്റ് കാരണം കുളത്തിലെ വെള്ളത്തിലോട്ട് ഇങ്ങനെ കിടക്കുന്ന പോലെ ആയിരുന്നു ആദ്യം ഇട്ടപ്പോൾ. അപ്പോൾ നമ്മൾ രണ്ട് സൈഡ് 2 തൂണ് വെച്ചിട്ട് അതിലൊരു കയറ് വലിച്ച് കെട്ടിയിട്ട് അങ്ങനെയാണ് വെച്ചത്. അതാകുമ്പോൾ ഒരു കൂടാരം പോലെ ഇങ്ങനെ പൊങ്ങിക്കിടന്നോളും. പിന്നെ ആണെങ്കിൽ നമുക്ക് ഇറങ്ങി നടക്കാനും വേഗത്തിൽ നമുക്ക് ഹെഡ് സ്പേസ് കിട്ടുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. നിങ്ങൾക്ക് നമ്മുടെ ഈ കുളത്തിൻ്റെ ബാക്കി ഇതേപോലത്തെ വീഡിയോസൊക്കെ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ വരുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ കുളത്തിലേക്ക് ഇടാനുള്ള മീൻ കുഞ്ഞുങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ 500 സിലോപ്പി കുഞ്ഞുങ്ങളെയാണ് ആദ്യം ഇടാൻ തീരുമാനിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ 500 സിലോപ്പി കുഞ്ഞുങ്ങൾ നമുക്ക് ഇന്ന് രാവിലെ നമുക്ക് കൈ കിട്ടിയതാണ്. അപ്പം അവരെ നമ്മൾ ആദ്യം വെള്ളത്തിൽ ഇടുന്നതിന് മുമ്പിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. മറ്റേ ഫംഗസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി മറ്റേ ബ്ലൂ മീതയിൽ കൊടുത്ത് ഇട്ടേക്കുവാണ്. അപ്പം ഇത് നമ്മൾ കുറച്ച് നേരം ആ വെള്ളത്തിൽ അവരെ കിടന്ന് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ നേരെ കുളത്തിലോട്ട് ഇറക്കത്തുള്ളൂ. ഈ 500 മീൻ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് വില വന്നത് 500 എണ്ണത്തിന് എടുക്കുമ്പോൾ നമുക്ക് ഒരെണ്ണത്തിന് 5 രൂപ വെച്ച് കിട്ടുമായിരുന്നു. അങ്ങനെ മൊത്തം 2500 രൂപയ്ക്ക് നമ്മൾ 520 മീനും കണ്ടുണ്ട്. അപ്പോൾ 520 മീൻ നമുക്ക് കിട്ടി. ഇവരുടെ തീറ്റ് വരുന്നത് ഇതേപോലത്തെ ചെറിയ ചെറിയ പ്രോട്ടീൻ ആണ്. നമ്മുടെ മറ്റേ സാധാ ഫിഷ് ഫുഡിനേക്കാളും തീരെ ചെറുതാണ്. ഇവരിപ്പോൾ 2-2.5 ആഴ്ച മാത്രം പ്രായമുള്ള സിലോപ്പി കുഞ്ഞുങ്ങളാണ്. നമ്മൾ അന്വേഷിച്ചപ്പോൾ നമ്മുടെ കുളത്തിൽ 22,000-2,500 മീൻ കുഞ്ഞുങ്ങളെ ഇടാൻ പറ്റുമെന്നായിരുന്നു. അപ്പം നമ്മൾ ആദ്യ ഘട്ടമെന്ന രീതിയിൽ ഒരു 500 സിലോപ്പി കുഞ്ഞുങ്ങളെ ഇട്ടതാണ്. പിന്നെ ഇവരുടെ ബാക്കി കണ്ടീഷൻസൊക്കെ അനുസരിച്ച് പുറകെ കുറച്ച് ഇടാമെന്ന് വെച്ചു. അപ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങളുടെ കുളത്തിൻ്റെ അളവ് ഒക്കെ മനസ്സിലാക്കി അതിനകത്തിൽ എത്ര മീൻ കുഞ്ഞുങ്ങളെ കൊള്ളുമെന്ന് നോക്കി ആദ്യഘട്ടം എന്ന രീതിയിൽ കുറച്ച് മാത്രം ഇടുക. അല്ലാതെ മൊത്തം മീനുകളെ ഒരുമിച്ച് ഇടാൻ നോക്കുകയല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മീൻ കുഞ്ഞുങ്ങളായതുകൊണ്ട് തന്നെ അതുങ്ങൾക്ക് വെള്ളത്തിൻ്റെ ചെറിയ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് ചത്തുപോകാൻ ചാൻസ് ഉണ്ട്. അതേപോലെ ഒരു മീനിനെങ്ങാനും ഫംഗസ് ഉണ്ടെങ്കിൽ ബാക്കി മൊത്തത്തിനും വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം തന്നെ പുതിയ മീൻ കുഞ്ഞുങ്ങളെയൊക്കെ വാങ്ങിക്കുമ്പോൾ അവരെ ഇതേപോലെ ഫംഗസ് ട്രീറ്റ്മെൻറ്റും അതിന് വേണ്ട മരുന്നുകളും കൊടുത്ത് കുറച്ച് നേരം ഇങ്ങനെ വെള്ളത്തിലിട്ടതിന് ശേഷം മാത്രമേ കുളത്തിലോട്ട് ഇറക്കി വിടാകൂ. അതാകുമ്പോൾ ഒന്നെങ്കിൽ നമ്മുടെ കുളത്തിൽ നേരത്തെ വേറെ മീനുകളുണ്ടെങ്കിൽ അവർക്കും ഫംഗസ് വരാതിരിക്കും. അവർക്ക് ഇവരുടെ ദേഹത്തുനിന്ന് ഫംഗസ് പടരാതിരിക്കത്തുള്ളൂ. ഇവരുടെ ഫംഗസ് ആ ഉപ്പുവെള്ളത്തിലോ അല്ലെങ്കിൽ ഈ മീതയിൽ ഒഴിച്ച വെള്ളത്തിലോ ഇട്ടാൽ പെട്ടെന്ന് മാറി കിട്ടുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് നടത്തിയതിന് ശേഷം മാത്രം കുളത്തിലേക്ക് മീൻ കുഞ്ഞുങ്ങളെ ഇറക്കി വിടുക. പിന്നെ ഇവർക്ക് ഓവർ ഫീഡ് ചെയ്യല്ലേ. ഓവർ ഫീഡ് ചെയ്താലും ചില മീൻ കുഞ്ഞുങ്ങൾ ചത്തുപോകാൻ ചാൻസ് ഉണ്ട്. അവരെത്ര വേണമെങ്കിലും നമ്മൾ ഇട്ട് കൊടുക്കുന്ന കഴിക്കും. അതുകൊണ്ട് ഓവർ ഫീഡ് പാടില്ല. കുറച്ച് അവരുടെ ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുത്താൽ മതി, അവർ കഴിച്ചോളൂ. അതേപോലെ തന്നെ തുടക്കക്കാർക്ക് ഏറ്റവും പറ്റിയ മീൻ ഒന്നെങ്കിൽ സിലോപ്പി അല്ലെങ്കിൽ അനാബസ്. ഇത് രണ്ടുമാണ്. സാധാ കരിമീനൊക്കെ ആദ്യമൊന്നും വാങ്ങിക്കിട്ടല്ലേ. കരിമീനൊക്കെ പെട്ടെന്ന് ചത്തുപോകും. എയറിൻ്റെ എന്തെങ്കിലും ചെറിയ പ്രശ്നം മതി കരിമീൻ പെട്ടെന്ന് ചത്തുപോകും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുളത്തിൽ ആദ്യം ഇവരെ പോലുള്ള അനാബസ് അല്ലെങ്കിൽ സിലോപ്പിയൊക്കെ ഇട്ട് ടെസ്റ്റ് ചെയ്ത് അവരവിടെ കറക്റ്റായിട്ട് അവർക്ക് അവിടെ ജീവിക്കാൻ എല്ലാം കറക്റ്റാണെന്നുണ്ടെങ്കിൽ മാത്രം കൂടുതൽ അളവുകൾ അല്ലെങ്കിൽ വേറെ മീനുകളെ മാറ്റിയിടുക. ഇവരുടെ സൈസ് ഇപ്പോൾ 2-2.5 ഇഞ്ച് ഉണ്ട്. 2-2.5 ഇഞ്ച് സൈസ് ഉണ്ട്. അതിനാണ് നമുക്ക് 5 രൂപയ്ക്ക് കിട്ടിയത്. നമ്മൾ കുഞ്ഞുങ്ങളായതുകൊണ്ട് തന്നെ ഇവരുടെ ഫീഡിങ് 2 ടൈമാണ്. സന്ധ്യ ആവുന്നതിന് മുമ്പിട്ടിടണം. എന്നുവെച്ചാൽ സൂര്യൻ ഉദിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഫുഡ് കൊടുക്കാൻ പാടുള്ളൂ. ഒന്ന് രാവിലെയും ഒന്ന് വൈകിട്ടുമായിട്ടാണ് 2 നേരമാണ് ഇവർക്ക് ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇച്ചിരി ലെങ്തി ആയതുകൊണ്ട് തന്നെ നമ്മൾ 2 പാർട്ടായിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ ഇതിൻ്റെ പുറകിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം അത് പോയി കാണുക. അപ്പം പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വരുന്നതുവരെ ഇറ്റ്സ് മീ ഹരികൃഷ്ണൻ സൈനിങ് ഓഫ്.